ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും പഴമൊക്കെ വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പലഹാരമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതുപോലൊരു പാൻ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി വയ്ക്കാം. അപ്പോൾ നമ്മളുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിലുള്ള നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ലോവിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 കാഷ്നട്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചെറുതായിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു അളവിലുള്ള കിസ്മിസാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടിക്കുള്ള അളവാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കളറൊന്നും മാറേണ്ട, നേരിയ ഒരു ബോൾ പോലെ ആയി വരുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ചിരകിയ നാളികേരം ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്ര മതി. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിലുള്ള പഞ്ചസാര, അതോടൊപ്പം തന്നെ ഒരല്പം മാത്രം ഉപ്പ്, ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിത് ശർക്കരയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരല്പം പഞ്ചസാര നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പലഹാരത്തിന്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരല്പം ജീരകവും ഒരു 10-15 ഏലക്കായുടെ സീഡും കൂടി നന്നായിട്ടൊന്ന് ചതച്ച് അല്ലെങ്കിൽ പൊടിച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആറിയതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പം ഞാനിവിടെ ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ വേണ്ടത് പഴമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് പഴുത്ത പഴമാണ്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഇതിനകത്തേക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ശർക്കര. അപ്പോൾ ശർക്കര ഇതേപോലെ തന്നെ 240 ml ആ കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ചെടുത്തതാണ്. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമ്മൾക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ശർക്കരയുടെ അളവെന്ന് പറഞ്ഞാൽ 50 ഗ്രാം ശർക്കരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 50 ഗ്രാം ശർക്കരയും. അപ്പോൾ അത്യാവശ്യം മധുരം നമുക്ക് ഈ 50 ഗ്രാം ശർക്കരയ്ക്ക് കിട്ടും. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 240 ml സെയിം കപ്പിലുള്ള അളവാണ് ഈ ഗ്ലാസും. അപ്പോൾ ആ 1 ഗ്ലാസ് പൊടിയിൽ നമുക്ക് കുറേശ്ശായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഴം നമ്മൾ ഇതേപോലെ മുറിച്ചിടുമ്പോൾ കുറച്ച് വലുതായിട്ട് തന്നെ മുറിച്ചിടണോട്ടെ, കാരണം നന്നായിട്ട് പഴുത്ത പഴമാണ്. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാതെ തന്നെ അത് ഉടഞ്ഞുടഞ്ഞ് പോയിക്കോളും. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഉടയാൻ വേണ്ട, കുറച്ചൊക്കെ ഇങ്ങനെ ഉടയാതെയും കിടക്കണം. നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ശർക്കരപ്പാനി പോരാതെ വരും. ആ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് നമ്മൾ എടുത്തിരുന്ന 1 ഗ്ലാസ് തന്നെയാണ് ശർക്കരപ്പാനി. അപ്പോൾ നമ്മളുടെ ഈ ഗോതമ്പ് പൊടിയുടെ രീതി അനുസരിച്ചിരിക്കട്ടെ ഓരോരുത്തരുടെ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മൾക്കിത് കറക്റ്റായി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്ത സമയത്ത് ഇതേപോലെ ചെറിയ പീസായിട്ട് ഇതിനകത്ത് പഴത്തിൻ്റെ ഇത് കിടക്കുന്നുണ്ട്. ഇത് ഇതുപോലെ തന്നെ കിടന്നോട്ടെ. അപ്പോൾ നമ്മൾക്ക് കഴിക്കുമ്പോൾ നല്ല സ്വാദായിരിക്കും. ഇനി നമ്മൾ ഇത് ഒഴിച്ചിട്ട് ഏത് ബൗളിലാണോ നമ്മളിത് തയ്യാറാക്കുന്നത് ആ ബൗളിലേക്ക് ഒരല്പം നെയ്യൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ മിക്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നിറച്ചായിട്ട് ആ പാത്രത്തിൻ്റെ നിറച്ചായിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കരുത്. ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമറിൽ 4-5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു സ്റ്റാൻഡ് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് വേണം കേട്ടോ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട്
നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിടാം. അതിനുശേഷം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പം ഇത് നമ്മളിത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് 20-25 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിരുന്നു, ഞാൻ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു നൈഫ് വെച്ചിട്ട് ഒന്ന് ഇൻസർട്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആ നൈഫുമ്മൽ ഒന്നും പിടിച്ചിട്ടുണ്ടാവില്ല, അതാണത് വെന്തെന്ന് നമ്മൾ അറിയണത്. അപ്പോൾ ഇത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളുടെ പലഹാരത്തിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. നല്ല വെറുതെ ഒന്നങ്ങോട്ട് കയ്യിലേക്ക് ഇങ്ങോട്ട് കമഴ്ത്തി എടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അത് വിട്ടുപോരും. കണ്ടാ, കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മളിതിൻ്റെ നെയ്യൊക്കെ പതുക്കെ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ബൗളിൽ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വിട്ടു പോന്നോളും. അല്ലാണ്ട് തന്നെ ആ ചൂടാറുമ്പോൾ തന്നെ അത് വിട്ടു തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയ്യിലേക്ക് ഒന്ന് കമഴ്ത്തി ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ. എനിക്ക് വയ്യ, ഒരു രക്ഷയില്ല കേട്ടോ, അത്ര സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പറയാണ്ട് തന്നെ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. എല്ലാം നമുക്ക് ഇതേപോലെ എടുത്തു വയ്ക്കാം. കണ്ട, ഇനി ഇത് കഴിച്ചോളേ വേണ്ട, വേറെ ഒന്നും നോക്കാനില്ല. ഇത് തീരുന്ന വഴി അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പലഹാരങ്ങളാണ്. അതുപോലെ ശരിക്കും എത്ര ഉണ്ടെങ്കിലും നമുക്കിത് കഴിച്ചാലും മതിയാവില്ല. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് നോക്കിയാൽ മാത്രം മതി. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കണം. കുറവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുക്കണം. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി, ഇത്ര മതിയാവും. നമുക്ക് അത്യാവശ്യം മധുരം നമുക്ക് ഇതിന് കിട്ടും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.